വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതോടുകൂടി തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ പുതിയ ശക്തി സമവാക്യങ്ങൾ രൂപപ്പെടുമോ? ഏകദേശം 3 പേരുടെ പേരുകളാണ് ഉയർന്നു കേട്ടത്. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല. എന്നാൽ നറുക്കു വീണതാകട്ടെ വി.ഡി. സതീശന് തന്നെയാണ്. ഇതോടുകൂടി തന്നെ മറ്റു 2 നേതാക്കളും കടുത്ത ഭാഷയിൽ അവരുടെ അതൃപ്തി ഇവിടെ പ്രകടമാക്കിയിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായ ഭാഷയിൽ അതൃപ്തി പ്രകടമാക്കിയിരിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. അദ്ദേഹത്തോട് താങ്കൾ ഈ ഒരു തീരുമാനം അംഗീകരിക്കുന്നോ എന്ന ആ ഒരു ചോദ്യത്തിന് ഹൈക്കമാൻഡിന്റെ തീരുമാനം പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും താൻ ഇപ്പോഴും അടിയുറച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നും പാർട്ടിയാണ് തനിക്ക് വലുതെന്നും ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. വി.ഡി. സതീശനും പുതിയ സർക്കാരിനും തങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ രീതിയിലുമുള്ള ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന എല്ലാ ചർച്ചകളും ഇനി അപ്രസക്തമാണ് എന്നും കെ.സി. വേണുഗോപാൽ പറയുന്നു. നേതൃത്വം എല്ലാ വശങ്ങളും വിശദമായി തന്നെ ആലോചിച്ച ശേഷമാണ് അന്തിമ തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രി പ്രഖ്യാപന ചടങ്ങിൽ നിന്ന് മാറി നിന്നതിനെക്കുറിച്ചും കെ.സി. വിശദീകരണം നൽകുന്നുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാലാണ് പ്രഖ്യാപന വേദിയിൽ നിന്ന് മാറി നിന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ഗ്രൂപ്പ് ചർച്ചകൾക്കും പിന്നാലെയാണ് കെ.സി. വേണുഗോപാലിന്റെ ഈ പ്രതികരണം രാഷ്ട്രീയമായി തന്നെ നിർണായകമാകുന്നത്. പ്രതികരണത്തിനിടയിൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞ ഒരു കാര്യം കൂടെ അവിടെ ചർച്ചയാവുകയാണ്. പ്രതികരണം നൽകിയ ശേഷം പോകാറായപ്പോഴേക്കും AICC ജനറൽ സെക്രട്ടറിയായി തുടരുമോ എന്ന് മാധ്യമപ്രവർത്തകർക്കിടയിൽ നിന്നും ഒരു ചോദ്യം അവിടെ ഉയർന്നു വന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി വേണമെങ്കിൽ ഞാൻ കൊടുക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ചിരിച്ചുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ ഇത് പറഞ്ഞതെങ്കിൽ പോലും മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെട്ടതിലെ പരിഭവം അതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് പൊതുവായ ഒരു വിലയിരുത്തലായി തന്നെ പുറത്തുവരുന്നത്. വി.ഡി. സതീശനെ കേരള മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നുവെന്നും കെ.സി. വേണുഗോപാൽ ഇവിടെ വ്യക്തമാക്കുകയാണ്. അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണ് താനെന്നും പാർട്ടിയും ജനങ്ങളും തനിക്ക് എപ്പോഴും വലുതാണ് എന്നും അദ്ദേഹം പ്രതികരണം ഇവിടെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിനകത്തെ ഭിന്നതകൾ അവസാനിച്ചോ എന്ന ചോദ്യം പോലും ഇവിടെ ഉയരുന്നുണ്ട്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ രൂപീകരണ നടപടികളിലേക്ക് ഇനി UDF കടക്കാനിരിക്കവെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. സതീശന് ഹൃദയം തുറന്ന അഭിനന്ദനങ്ങൾ നേരുന്നു എന്നതായിരുന്നു കെ.സി. വേണുഗോപാൽ പ്രതികരണത്തിനിടെ പറഞ്ഞത്. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രിക്കും സർക്കാരിനും എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറയുന്നു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള സർക്കാർ കേരളത്തിൽ ഉണ്ടാകുമെന്നും ഹൈക്കമാൻഡ് തീരുമാനം അനുസരിച്ചുകൊണ്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വിലയിരുത്താൻ സാധിക്കുമെന്നും അടിയുറച്ച കോൺഗ്രസുകാരനായി തന്നെ തുടരുമെന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് താൻ വഴങ്ങിയോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം, അതായത് അദ്ദേഹത്തിനോട് മാധ്യമ പ്രവർത്തകർ നൽകിയ ഒരു ചോദ്യത്തിനാകട്ടെ മറുപടി പറയാതെ തന്നെ അദ്ദേഹം പോവുകയാണ് ചെയ്തത്. 11 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം എനിക്ക് തോന്നുന്നു അല്പസമയത്തിന് മുന്നെയാണ് പ്രഖ്യാപിച്ചത്. ഇതിനെല്ലാം അതായത് പ്രത്യേക ചുമതലയുള്ള കോൺഗ്രസിന്റെ പ്രത്യേക ചുമതലയുള്ള ദീപാദാസ് മുൻഷിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അണികളുടെ ആശങ്കകൾ അവസാനിച്ചെങ്കിൽ പോലും നേതാക്കളുടെ പ്രതിഷേധം ഇവിടെ കെട്ടടങ്ങിയിട്ടില്ല എന്നതും ഈ ഒരു പ്രതികരണത്തിലൂടെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ തീരുമാനം കെ.സി. വേണുഗോപാൽ അംഗീകരിച്ചപ്പോൾ അത്ര തൃപ്തനല്ല ചെന്നിത്തല. ഹൈക്കമാൻഡിന്റെ തീരുമാനം അവിടെ ശരിവെക്കാൻ തനിക്ക് ആകില്ല എന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ചെന്നിത്തല അദ്ദേഹത്തിന്റെ പ്രതികരണമായി തന്നെ അറിയിക്കുന്നത്. അങ്ങേയറ്റം അച്ചടക്കത്തോടു കൂടി തന്നെ ഈ ഒരു രീതി ഇത് സ്വീകരിക്കുന്നുവെന്നും സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ രീതിയിലുള്ള പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായും ഇവിടെ വ്യക്തമായി എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ ഒരു ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ വലിയൊരു അമർഷം തന്നെയാണ് ചെന്നിത്തല പങ്കുവച്ചിരിക്കുന്നതെന്നും സീനിയോറിറ്റി പോലും ഇവിടെ പരിഗണിച്ചുകൊണ്ടല്ല ഇത്തരത്തിലൊരു രീതിയിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.